അളിയ ഇങ്ങനെ നടന്നൊരു കാര്യമില്ലട്ടാ. ഈ ഒന്നരാടം പണിണ്ടായിട്ട് നമ്മളെ കാര്യങ്ങളൊന്നും വെട്ടാവൂല. എന്തെങ്കിലും ഒരു ബിസിനസ് എന്തെങ്കിലും നോക്കളിയാ. എന്ത് ബിസിനസ് തുടങ്ങാം? ബിസിനസ് ചെയ്യാനൊക്കെ പൈസ വേണ്ടേ? നമുക്കേ പശുവിന്റെ പരിപാടി വെക്കാലോ. ഫാമാ? ആ, നമുക്ക് മൂന്നിരിക്കും കൂടി പശുവിനെയൊക്കെ മേടിച്ച്, ചെറിയ പശുവിനെ മേടിച്ച് വളർത്തി അതിനെ കുട്ടിയൊക്കെ ആയിട്ട് നമുക്ക് മറിച്ചു കൊടുക്കാം. ആ പരിപാടി നടക്കുള്ളൂ. ആ പരിപാടി ലാഭകരമല്ലത്, അത് ഭയങ്കര നഷ്ടമാണെന്ന്. ആ എടോ, നിങ്ങളെപ്പോലുള്ള സ്റ്റാൻഡേർഡുള്ള ആളുകൾക്ക് പറ്റിയ പണിയല്ലത്. ഈ പശു എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് പോകാൻ പറ്റില്ല. കല്യാണം, നിശ്ചയം, ഒരു പരിപാടിക്കും പോകാൻ പറ്റില്ല. ഇതിനെയും കാത്തി വെച്ച് ഇങ്ങനെ നിൽക്കണം. വേറെ വല്ല പരിപാടി ഉണ്ടെന്ന് നല്ലൊരു കാര്യം. ആടിന്റെ നല്ല ബിസിനസ്സാണ്. 3-4 മാസം കഴിഞ്ഞാൽ കാണുമ്പോ നല്ലതാണ്. ഈ ആട് ഭയങ്കര നഷ്ടമാണെന്ന്. ഒരു ആടിന് 80 ഉറുപ്പ്യ തീറ്റ വേണം ഒരു ദിവസം. ആ 80 ഉറുപ്പ്യ 10 ദിവസത്തിന് എത്രയായി? 800ആയി. 30 ദിവസത്തിന് എത്രയായി? 2400 ഉറുപ്പ്യായി. അപ്പൊ 2400 ആവുമ്പോ 24,000 ഉറുപ്പ്യ ഒരു 10 മാസത്തിന്. 24,000 ഉറുപ്പ്യ കിട്ടോ നമുക്ക്? കിട്ടൂല, നഷ്ടവും. അതാണ് ഈ പറയണത്. ഇതെന്ത് ചെയ്യുന്നാണ് പറയണത്? എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ലുക്കും സ്റ്റാൻഡേർഡൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ബേക്കറി കട പൊളിക്കും. ബേക്കറി കട ചെലവൂലേ? ബേക്കറി കടയിൽ ഒരു ബിസ്ക്കറ്റ് വിറ്റ 4 ഉറുപ്പ്യ, ലഡു വിറ്റ 4 ഉറുപ്പ്യ, ഒരു പാക്കറ്റ് മിച്ചർ വിറ്റ 10 ഉറുപ്പ്യ, സോഡ, ഇങ്ങനെ ഐറ്റംസ് വിറ്റ് ഏകദേശം ഒരു ദിവസം 10-30 ഉറുപ്പ്യ കച്ചവടം നടക്കും. അപ്പൊ പിന്നെ അതുകൊള്ളാലോ, അതിന്ന് 30,000 ഉറുപ്പ്യന്ന് 20 ഉറുപ്പ്യ അങ്ങോട്ട് മാറ്റി വെക്കും ഒരു ദിവസം. അത് അമ്മ സാധനങ്ങളെ ചെലവ് 5,000 രൂപ. ബാക്കി വാടക വെച്ച് 5,000 ഉറുപ്പ്യ അങ്ങോട്ട് ഇങ്ങോട്ട് 5,000 ഉറുപ്പ്യ ഇങ്ങോട്ട് അതുകൊള്ളാം. ഞാൻ പോയിട്ട് വരാം. തിരക്കുണ്ട്. എന്ത് തിരക്ക് നിങ്ങക്ക്? ചീത്ത പറയും. കെട്ടിയോളെ പേടിയായിട്ടല്ല. അതെ, 10-20 ആടുണ്ട്, 3-4 പശുണ്ട്, 2 എരുമുണ്ട്. ഇതിനെ കുളിപ്പിക്കണം, കഴുകണം, ഇതിന് തൊഴുത്തി കയറ്റണം. ഇതൊക്കെ ഞാൻ ഒറ്റക്ക് ചെയ്യണോന്ന്. ഈ വക ബിസിനസ് ഒക്കെ ഞങ്ങളോട് ചെയ്യുന്ന ലിക്ക പറഞ്ഞത് എടാ, ഇതൊക്കെ നഷ്ടം തന്നെയാണ്. ഇതെന്റെ ബിസിനസ് അല്ലാന്ന്. ഇത് ഇത്താടാ എന്റെ ബിസിനസ് ആണ്. ഞങ്ങളോട് ഞാൻ പറയില്ലേ, ഇത് ഇത്താടെ ബിസിനസ് ആണ്. ഇത്താട ഇതിന്ന് വല്ല ആടിനെ വിൽക്കും, ഇതിന്റെ പശു, ഈ പാലിന്റെ കാശ്, ഇതൊക്കെ കൂട്ടിയിട്ട് ഇപ്പൊ 2 റൂം എടുത്തിറങ്ങ, ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ 10 ലക്ഷം രൂപ കാറ് വാങ്ങി. ഇതെല്ലാം ഇതിന്ന് ഒരു മെച്ചുല്ല മക്കളെ. ഇത് നഷ്ടമാണ്. ആത്മാർത്ഥതോണ്ട് പറയണം, പൊന്നു മക്കളെ, ഈ പശു, ആട്, കോഴി, ഈ വക പരിപാടി നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റിയത് ബേക്കറി. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇക്ക പോയിക്കോട്ടെ. എന്തുവാ ദൂരണ്ട് ഇയാള്? ആളുകൊള്ളാല. നമ്മളോട് ഇതൊന്നും ചെയ്യല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഇതൊക്കെ ചെയ്യാനുണ്ട്. എന്നിട്ട് ഭാര്യയുടെ ഭാര്യയുടെ